അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖത്മുൽ ഖുർആന്റെ 61ാമത്തെ ക്ലാസ്സും സൂറത്തുൽ അൻആമിൻ്റെ ആദ്യത്തെ ക്ലാസ്സുമാണ്. കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണുകയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറിച്ച് വെക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുക. ആദ്യമായി കാണുന്നവരൊക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടർന്നും ലഭിക്കണമെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ലൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ വലിയ സന്തോഷം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാൻ വരികയാണ്. നമ്മൾ കൂടുതലായിട്ട് ഓതുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമ്മുടെ വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു പാരായണം മെച്ചപ്പെടുത്താൻ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപകരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് എല്ലാവർക്കും അതിൻ്റെയൊക്കെ ഒരു ഗുണം ലഭിക്കും. അല്ലാഹു തആല അതിൻ്റെയൊക്കെ പ്രതിഫലം, അർഹമായ പ്രതിഫലം അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والأرض. ഇവിടെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് അലിഫും ലാമുമാണുള്ളത് അല്ലേ? നമുക്ക് പരിചയമുള്ള പദമായതുകൊണ്ട് പ്രശ്നമില്ല. അലിഫും ലാമും തുടക്കത്തിൽ വന്നാൽ അത് ഈ അൽഹംദു മാത്രമല്ല, ബാക്കി ഏത് പദമായാലും അതിൻ്റെ തുടക്കത്തിൽ വസ്ലിൻ്റെ ഹംസയാണ് അല്ലേ? അലിഫുണ്ടാവും. ആ അലിഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹംസയാണ് അല്ലേ? ഹംസ ഉണ്ടാകും. പിന്നെ ലാമുവാണെങ്കിൽ തുടക്കത്തിൽ വസ്ലിൻ്റെ ഹംസക്ക് ഫത്ഹോ കസ്റോ ലമ്മോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ പിന്നെ അവിടെ അലിഫും ലാമും വന്നാൽ പിന്നെ അവിടെ ഒന്നും നോക്കണ്ട, ആ എന്നാണ് വായിക്കേണ്ടത്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ്സമാവാതി വൽ അർദ് വജഅലൽ-ളുലുമാതി വൻ-നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. هو الذي خلقكم من طين هو الذي خلقكم. മീമിൻ്റെ ശേഷം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീം വന്നാൽ 3 നിയമങ്ങളാണുള്ളത്. സുക്കൂനുള്ള മീമായിരിക്കണം. ഇവിടെ ഫത്ഹ് കസ്റ ഒന്നുമില്ല. അപ്പോൾ പിന്നെ സുക്കൂനാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീം വന്നാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുന്നു, ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടിയോജിപ്പിക്കുന്നു, മണിക്കുകയും ചെയ്യണം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കണം. ബാക്കിയുള്ള ഏത് മീം വന്നാലും, ബാക്കിയുള്ള മീമിൻ്റെ ശേഷം, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരങ്ങൾ വന്നാലും, മീമും ബവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും, അലിഫാകട്ടെ, ത ആകട്ടെ, ഥ ആകട്ടെ, അങ്ങനെ തുടങ്ങിയ ബാക്കി 26 അക്ഷരങ്ങൾ ഏത് വന്നാലും മീം വ്യക്തമാക്കി സുക്കൂനോടുകൂടെ പറയുക. هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون. ശബ്ദമുള്ള മീമ് അതൊക്കെ മണിക്കുക. ثم أنتم അവിടെ ഇഖ്ഫ ചെയ്യണം. അൻതും അവിടെ മീമ് കണ്ടില്ല, മീമിൻ്റെ ശേഷം ത വന്നിട്ടുള്ളത്. മീമിൻ്റെ ശേഷം ബവും മീമും അല്ലാത്ത ബാക്കി ഏത് വന്നാലും മീം വ്യക്തമാക്കി പറയാം. അൻതും
അൻതും തംതറൂൻ തംതറൂൻ അവിടെയും കണ്ടില്ല മീമിന്റെ ശേഷം ത ആണ്. തംതറൂൻ മീം വ്യക്തമാക്കി പറയേണ്ട സ്ഥലമാണ്. ഒന്നുകൂടെ هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده وأجل مسمى عنده ثم أنتم تمترون. മൂന്നാമത്തെ ആയത്ത് وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. ഇവിടെ സുക്കൂനുള്ള മീമുണ്ടോ നോക്കി. وهو الله في السماوات وفي الأرض يعلم سركم അവിടെ കാണില്ലേ യഅലമു എന്നുള്ളത് സുക്കൂനുള്ള മീമല്ല, അത് പിന്നെ അതുപോലെ പറയാം. സുക്കൂനുള്ള മീമാണ് ഇപ്പം നിയമങ്ങൾ പറഞ്ഞത്. യഅലമു സിറക്കും വജഹ്റക്കും വയഅലമു മാ തക്സിബൂൻ. വജഹ്റക്കും അവിടെ കണ്ടില്ലേ, വ്യക്തമാക്കണം. മീമിൻ്റെ ശേഷം വാവാണ് വന്നിട്ടുള്ളത്. വയഅലമു ജഹ്റക്കും അല്ല യഅലമു സിറക്കും വജഹ്റക്കും يعلم سركم وجهركم ويعلم ما تكسبون. وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. ഇനി അടുത്ത ആയത്ത് നമുക്ക് എങ്ങനെയാണ് നിർത്തേണ്ടത്, ഓരോ പദങ്ങളിലും എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് നോക്കാം. നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. തെൻവീൻ ഫത്ത് ഉണ്ടെങ്കിൽ അവിടെയും തെൻവീൻ ഫത്ത് കൊടുക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. വമ എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ വമ നീട്ടാനുണ്ട്. വമ തഅ്തീഹിം അവിടെ മീമിന് സുക്കൂൻ കൊടുക്കുക നിർത്തിയാണെങ്കിൽ. നിർത്തുന്നില്ല എങ്കിൽ സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിനെ കൊടുക്കുന്നു. ആദ്യത്തെ മീമ് പറയില്ല, രണ്ടാമത്തെ മീമേ പറയുള്ളൂ. വമാ തഅ്തീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം. അപ്പം ഇങ്ങനെ സുക്കൂൻ കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. വമാ തഅ്തീഹിം മിൻ ആയ തൻവീൻ കസ്റാണ്. തൻവീൻ ഫത്ത് ആണെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ നിയമങ്ങൾ മാറുള്ളൂ. ഇവിടെ ഹാത്താഗ് വന്നാൽ ഹാത്തായന് തൻവീൻ ഫത്ത് ആയാലും കസ്ർ ആയാലും ഒന്നും നോക്കണ്ട. ഹാത്താഗ് മാറിയിട്ട് സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. മിൻ ആയ മിൻ ആയാതി റബ്ബിഹിം മിൻ ആയാത്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആയാത് തായിന് സുക്കൂൻ കൊടുത്തു. നിർത്തുന്ന സമയത്ത് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. നിർത്തുന്ന സമയത്ത് അവിടെ ഒരു അലിഫുണ്ട്. ആയാത് മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിളീൻ. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. അഞ്ചാമത്തെ ആയത് فقد كذبوا بالحق لما جاءهم فسوف يأتيهم. فقد كذبوا بالحق حقي نرتبه حق. فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون.
فسوف يأتيهم أنباء ما كانوا به يستهزئون. അവിടെ കണ്ടില്ലേ, നൂനിൻ്റെ ശേഷം ബ വന്നാൽ എന്ത് ചെയ്യണം? നൂനിൻ്റെ നിയമമാണ്. നൂനിൻ്റെ നിയമങ്ങൾ ഒന്ന് നോക്കണം. നൂനിൻ്റെ നിയമങ്ങൾ, നൂനിൻ്റെ ശേഷം ബ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം. അതിനാണ് ആ മീമിൻ്റെ ചിഹ്നമുള്ളത്. അവിടെ മദ്ദുണ്ട്, എന്നുള്ളത് നിട്ടണ്ട. മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർൻ. ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم وأرسلنا السماء عليهم مدرارا. തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്ത് നിർത്തേണ്ട കോലം മിദ്റാറ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم. മീമിൻ്റെ ശേഷം ബ വന്നു, ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. മീമിൻ്റെ നിയമങ്ങൾ, മീമിൻ്റെ ശേഷം മീം വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീം വന്നാൽ, മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. فأهلكناهم بذنوبهم എന്ന് പറഞ്ഞാൽ മീമ് വെളിവായി. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മറച്ച് മണിക്കുക, ഒഴിവാക്കാനും പറ്റില്ല, വെളിവാക്കാനും പറ്റില്ല. അങ്ങനെ രൂപത്തിൽ فأهلكناهم بذنوبهم وأنشأنا من بعدهم എന്നാണുള്ളത്. നൂനിൻ്റെ ശേഷം ബ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരണം. മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ. ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم. നൂനിൻ്റെ ശേഷം ലാമ് വന്നാൽ എന്ത് ചെയ്യണം? നൂനിന് ലാമിലേക്ക് കൊടുക്കുക. ما لم نمكن لكم وأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا آخرين. ഇൻഷാല്ലാ 7-ാമത്തെ ആയത്താണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലഭ്യമാവണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട് വാട്സപ്പിൽ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക? താഴെ ജോയിൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻഷാല്ലാ 7-ാമത്തെ ആയത്ത് ഓതുകയാണ്. ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين. നൂന് സുക്കൂൻ ചെയ്യണം, തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ട്, മധ്യ ആരിൽ വരുന്നതാണ്. ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين. وقالوا لولا أنزل عليه ملك ولو أنزلنا ملكا لقضي الأمر
ملكا لقضي الأمر ثم لا ينظرون وقالوا لولا أنزل عليه ملك ولو أنزلنا ملكا لقضي الأمر ثم لا ينظرون ولو جعلناه ملكا لجعلناه رجلا وللبسنا عليهم ما يلبسون ولو جعلناه ملكا لجعلناه رجلا وللبسنا عليهم ما يلبسون. പത്താമത്തെ ആയത്ത് വലഖദിസ് വസ്ലിൻ നംസിയാണ്, ചേർത്തി ഓതുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ അത് പറയുകയില്ല. വലഖദിസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക് فحاق بالذين سخروا منهم ما كانوا به يستهزئون ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون قل سيروا في الأرض ثم انظروا كيف كان عاقبة المكذبين. قل سيروا في الأرض ثم انظروا كيف كان عاقبة المكذبين. قل لمن ما في السماوات والأرض قل لله ആദ്യത്തെ ലാഭം പറയൂല. قل لله كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون. قل لمن ما في السماوات والأرض قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه. അവിടെ നിർത്തുമ്പോൾ ഹായിന് സുക്കൂൻ കൊടുക്കണം, തൊട്ട് മുമ്പ് നീട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മധ്യ ആരിൽ വരുന്നു. അവസാനം സുക്കൂൻ ചെയ്യുന്ന അക്ഷരം സുക്കൂൻ കൊടുക്കണം. അവസാനത്തെ അക്ഷരത്തിൽ തൊട്ട് മുമ്പ് നീട്ടാറുണ്ടെങ്കിൽ ഒന്നല്പം നീട്ടുക. അതിൻ്റെ പേരാണ് മധ്യ ആരിദ്. الذين خسروا أنفسهم فهم لا يؤمنون. قل لمن ما في السماوات والأرض قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون. وله ما سكن في الليل والنهار وهو السميع العليم. وله ما سكن في الليل والنهار وهو السميع العليم. قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم. قل إني أمرت أن أكون റാഇന് തർക്കീക്ക് ചെയ്തതാണ് ഓതേണ്ടത്. ഉമിർത്തു എന്ന് പറയരുത്. قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين.
قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين قل إني أخاف إن عصيت ربي عذاب يوم عظيم قل إني أخاف إن عصيت ربي عذاب يوم عظيم. بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم وأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا آخرين ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين وقالوا لولا أنزل عليه ملك ولو أنزلنا ملكا لقضي الأمر ثم لا ينظرون ولو جعلناه ملكا لجعلناه رجلا وللبسنا عليهم ما يلبسون ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون قل سيروا في الأرض ثم انظروا كيف كان عاقبة المكذبين قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون وله ما سكن في الليل والنهار وهو السميع العليم
قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين قل إني أخاف إن عصيت ربي عذاب يوم عظيم صدق الله അലിയുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പരിപൂർണമായിട്ട് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, ഞങ്ങൾ ഈ ഓതിയ ഖിറാഅത്തിനെ നീ സ്വീകരിക്കണം റഹ്മാനെ, പരിപൂർണമായിട്ടും നീ സ്വീകരിക്കണം റഹ്മാനെ. ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, നാളെ ഞങ്ങൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഖബറിലേക്കും അതുപോലെ തന്നെ മഹ്ശറിലും അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ സന്ദർഭങ്ങളിലും റഹ്മാനെ റബ്ബെ ഈ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ശുപാർശയായിട്ട് ഇനി നൽകണം റഹ്മാനെ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കിട്ടാനുള്ള കാരണമാക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഒരു സഹോദരി ഉംറക്ക് പോകുന്നുണ്ട്, ഒക്കെ റാഹത്താകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പരിപൂർണമായിട്ടും മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിക്കാനൊക്കെയുള്ള തൗഫീഖ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനും മറ്റുള്ള എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ നല്ല ആഫിയത്തോടുകൂടെ ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് റഹ്മാനെ റബ്ബെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരിയുടെ മകളുടെ ആണ്ടിന മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ, എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. പറയപ്പെട്ടവരുടെയും ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടുപോയവരുടെയൊക്കെ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പൊക്കെ അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. ഖബറാനന്തര ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ, നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളായ ആയിഷ എന്ന് പറയുന്ന ഉമ്മയുടെ മകളുടെ ആണ്ടിൻ്റെ മാസമാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഫിയ എന്ന് പറയുന്ന ഒരു സഹോദരി ഉംറക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ മരണപ്പെട്ട മകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ കിടക്കുന്ന ഖബറിടം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറാനന്തര ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ പാകപ്പിഴവുകളും അല്ലാഹു തആല പരിഹരിച്ചുകൊണ്ട് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ദോഷങ്ങളും കരിച്ചു കളഞ്ഞ് ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ച് അവർക്ക് എല്ലാം കൊണ്ടും റാഹത്ത് നൽകുന്ന ഒരു സന്തോഷം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ആ കുടുംബത്തിൽ എല്ലാ നിലക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ ഉംറക്ക് പോകുന്ന സഹോദരി അല്ലാഹു തആല അവർക്കൊക്കെ പരിപൂർണമായിട്ടും മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിക്കാനും അതുപോലെ തന്നെ ഉംറയുടെ എല്ലാവിധ കർമ്മങ്ങളും റാഹത്തായിട്ട് നിർവഹിക്കാൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട റൗള ഷരീഫൊക്കെ സിയാറത്ത് ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് റഹ്മാനെ റബ്ബെ അവർക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാൻ. അതുപോലെ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണ റഹ്മാൻ. ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. റഹ്മാനെ റബ്ബെ എല്ലാം നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. സമ്പത്തിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങളെ ആയുസ്സിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകളിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങളെ നിയ്യത്തുകളിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കാര്യത്തിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.